അപ്പച്ചി കുന്തമേ. ഓ, അപ്പച്ചി ശബരി ചിറ്റവിനെ പ്രേമിച്ചാണോ കല്യാണം കഴിച്ചേ? ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്? ലവ് അറ്റ് മിനി സൈസ്. എന്തു പറ്റി? മോക്ക് പ്രേമിക്കാൻ തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ടോ എന്നൊരു സംശയം. സംശയമാണോ? അല്ല, തോന്നുന്നുണ്ട്. മോളുടെ മനസ്സിന്റെ കിളിവാതിലൊരു തട്ട്. അല്ല, നല്ല മുട്ട് തന്നെയാ. തട്ടുമുട്ടും കേട്ട് തുടങ്ങിയോ? എന്നാ പ്രേമിച്ചോ. ശരിക്കും പ്രേമിച്ചോട്ടെ. ആരെയാ? ഒരു കളിപ്പാട്ടത്തിന്. കളിപ്പാട്ടമോ? മോക്ക് ഒരു കളിപ്പാട്ടത്തിനോട് ഇഷ്ടം തോന്നുന്നു. അത്രേ ഉള്ളൂ. എന്ത് വിലയായാലും അപ്പച്ചി വാങ്ങിച്ചു തരാം. അപ്പച്ചി വാക്ക് മാറരുത്. ഇല്ല. പ്രോമിസ്? പ്രോമിസ്. കാശില്ലാത്തടത്ത് സ്നേഹം കാണും, അതുറപ്പാ. അവന്റെ നോട്ടം കാശിൽ മാത്രമാണെങ്കിൽ മോളെ നോക്കുന്ന എന്താ ഉറപ്പ്? നമുക്കും അവൾക്കും അറിയാവുന്നൊരു പയ്യനാണെങ്കിലോ? എന്റെ മനസ്സിൽ തോന്നിയതാ. പെട്ടെന്ന് കയറി നോ എന്നൊന്നും പറഞ്ഞു കളയരുത്. കുടുംബ സ്നേഹമുള്ള ഒരു പയ്യന് നമ്മൾ പറയുന്നിടത്ത് നിൽക്കുകയും ചെയ്യും. ആരാന്ന് പറ. വേണുഗോപാൽ ജി, പാക്കിംഗ് സെക്ഷൻ, വയലിൻ. ഇയാൾ എന്തായി പറയുന്നേ? അവൻ എന്റെ ഫാക്ടറിയിലെ ജോലിക്കാരനായിരുന്നില്ലേ? അതെ, അതുകൊണ്ട് ഇപ്പൊ അവൻ ജോലിക്കാരനല്ലല്ലോ. എന്റെ പൊന്ന് KMK, ഇപ്പോ ഇതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് ആവശ്യം മോളെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവ്. അവളുടെ ആഗ്രഹം ഒരു കളിപ്പാട്ടം. മോൾ എന്നോട് പറഞ്ഞതാ അവൾക്ക് കളിപ്പാട്ടം പോലൊരു ഭർത്താവിനെ വേണമെന്ന്. KMK മേനോന് മോക്ക് വേണ്ടി നല്ല വിലയ്ക്ക് വാങ്ങിക്കൊടുക്കാവുന്ന ഒരു കളിപ്പാട്ടല്ലേ വേണു? അയ്യോ, അവിടെ നമുക്കെന്തോന്ന് പേടി. ഹലോ വേണുഗോപാൽ ജി, വയലിൻ, പാക്കിംഗ് സെക്ഷൻ. പാക്ക് ചെയ്ത് അയച്ചു. വീട്ടിൽ പൊയ്ക്കാളാൻ പറഞ്ഞു. ഇനി മുകളിൽ ആകാശവും താഴെ ഭൂമി ഇടയ്ക്കാനും. എന്ത്? ഞാൻ കാണാൻ വന്നതാ. കണ്ടാ? അതെ, മതിയാങ്കി പറഞ്ഞാൽ ഞാൻ പൊക്കോളാം. എന്താ ഇപ്പൊ വീട്ടിൽ വരാത്തെ? എന്താണ് അവിടെ വലിയ വിശേഷം? വിശേഷം അടുത്ത് വന്നാ പറയാം. അയ്യാ, വന്നേച്ചാലും മതി. ദേ, വഴിയോരത്ത് വെയിൽ കായാനും വീട്ടു ജോലിക്കൊക്കെ വേറെ ആളെ നോക്കി വെച്ചേ. നിങ്ങൾക്കൊന്നും ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരുടെ വിഷമം മനസ്സിലാവില്ല. കാശുള്ളതുകൊണ്ട് ജോലിയിൽ നിന്ന് പിരിച്ചുവിടാം, തിരിച്ചെടുക്കാം, വയലും വായിക്കാൻ പറയാം, തേയില പച്ചയോടെ പറിച്ചെടുത്ത് ചായ ഉണ്ടാക്കി കളിക്കാം, വേണമെങ്കിൽ കുളിക്കാം, ഇതുപോലെ കാറി വന്ന് കാറ്റ് കൊള്ളാം. കാറ്റുകൊള്ളാൻ വന്നല്ല അല്ലേ? പിന്നെ എന്തിനാ വന്നേ? എനിക്ക് സംസാരിക്കണം. നിന്ന് സംസാരിച്ചാ ഞാൻ പോണു. അയ്യോ പ്ലീസ് പോവല്ലേ. അയ്യോ, എന്നോട് ഇഷ്ടമുണ്ടല്ലോ. ഇഷ്ടമാണ്. എങ്ങനെ മനസ്സിലായി? മെനക്കെടുത്താ പോവച്ചേ. എനിക്ക് പ്രേമിക്കാൻ തോന്നുന്നു. ഓഹോ, ഇവിടെ വന്ന് ഇതൊക്കെ കണ്ടപ്പോ തുടങ്ങിയതാണ് യാസോ. വീട്ടിൽ പോയി നന്നായിട്ടൊന്ന് കുളിച്ചാ മതി, എല്ലാം പോവും. എനിക്ക് പോയിട്ട് വേറെ ജോലിയുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞതാ, എനിക്ക് പ്രേമിക്കണം തോന്നുന്നു. അയ്യോ, നിന്ന് പ്രേമിച്ചോ? കാല് കഴിക്കുമ്പോ വേണമെങ്കിൽ ഇരുന്ന് കൂടെ പ്രേമിച്ചോ. ഞാൻ പോണു. ഞാൻ പ്രേമിച്ചോട്ടെ? ഓ, പ്രേമിക്കും. ഞാൻ ശരിക്കും പ്രേമിക്കും. പിന്നെന്ത്? പ്രേമിച്ചു കഴിഞ്ഞു. അവൾക്ക് വേണുവിന് ഇഷ്ടാണെന്ന് ഞാൻ മനസ്സിലാക്കിയതാ. അവൾ എന്നോട് പറഞ്ഞതല്ല. അവളുടെ സംസാരം കേട്ടപ്പോ അവൾക്ക് അങ്ങനൊരു ആഗ്രഹം ഉണ്ടെന്ന് എനിക്ക് തോന്നി. വേണു നമ്മുടെ കുടുംബത്തിന്റെ അന്തസ്സോർത്തിട്ട് ഞാൻ പറയല്ല. അവൻ ഏത് തരക്കാരനാണെന്ന്. നല്ല പയ്യനാ. ഞാൻ അന്വേഷിച്ചു. നല്ല കുടുംബവും. അവളുടെ ആഗ്രഹമല്ലേ, നമ്മൾ സാധിച്ചു കൊടുക്കണ്ടേ? അവൾ സന്തോഷായിട്ടിരിക്കണം. ചേച്ചി എന്തു പറയുന്നു? അവൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ എന്താ കാപ്പി? ഷൂളവും വയലിന്റെ ശ്രുതിയും കട്ട കട്ട കേൾക്കുന്നുണ്ടോ മുത്തശ്ശി? നീ ഇത് കഴിക്കാത്ത എന്താ? ഞാനത് വിട്ടുപോയി. ഓരോ ദോശ കഴിക്കുമ്പോഴും ഈ വീട്ടിലെ ഓരോ ദോശ കുറയാണല്ലോ എന്നാ മനസ്സില്. എല്ലാ വിഷമങ്ങളും മാറും മോനെ, നീ നോക്കിക്കോ. നിനക്കിപ്പ രാജയോഗമാ. ഓ, പിന്നെന്ത് വേണം? നീചഭംഗ രാജയോഗം. രാജയോഗം പോലും. രാജയോഗത്തിലെ രാജാവിന്റെ സ്ഥിതി ഇതാണെങ്കിൽ പ്രജകളുടെയൊക്കെ ഗതി എന്തായിരിക്കുമോ എന്തോ. പറഞ്ഞ് നാക്കെടുത്തില്ലാതെ പ്രജകളെത്തി. രാജാവ് എല്ലാം ശരിയാക്കി തരുന്നതായിരിക്കും. തൽക്കാലം ഇരുന്നോ. അളിയാ പോണ്ടേ? വാ. അളിയാന്നാ? രാജാവിനാണ് അളിയാന്ന് വിളിക്കുന്നത്? രാജാവോ? എവിടുത്തെ രാജാവോ? എന്ന് മുതല്?
മുത്തശ്ശി പറഞ്ഞല്ലോ ഞാൻ രാജാവാണെന്ന്, എനിക്കിപ്പോ രാജയോഗമാണെന്ന്. അങ്ങനെ പറഞ്ഞോ മുത്തശ്ശി? കഷ്ടമുണ്ട് കേട്ടോ. കൊച്ചുമോനാണെന്ന് വിചാരിച്ച് ഇങ്ങനെ ആശ കൊടുക്കരുത് കേട്ടോ. അപ്പോഴേ രാജാവേ, വേഗം കൊട്ടാരത്തിന് വെളിയിലോട്ട് ഇറങ്ങ. അവിടുന്ന് ഇവിടുന്ന് സായിപ്പന്മാരെ പെറുക്കിയെടുത്ത് നിരത്തി ഇരുത്തിയിരിക്കുക. ഇനിയും വൈകിയാലേ അവർ ഇംഗ്ലീഷ് ബഹളം ഉണ്ടാക്കും. ഞാനത് കഴിച്ചു തീർക്കാം. ഞാൻ സഹായിക്കാം. ഇങ്ങോട്ട് മാറണോ? ഓഹോ, ഇവിടെ വന്നിരിക്കുന്ന മുതലാളി വിളിക്കുന്നു. എന്തിന്? വിശദ വിവരം എനിക്ക് അറിഞ്ഞൂടാ. എവിടെ ഉണ്ടെങ്കിലും പിടിച്ചോണ്ട് വരാൻ പറഞ്ഞു. പിടിച്ചോണ്ട് വരാൻ? അതെ. അതിന് ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ. ജോലിക്ക് തിരിച്ചെടുക്കാനായിരിക്കും ഒളിയാ. പിന്നെ ജോലിക്ക് തിരിച്ചു വിളിക്കുന്ന ഇങ്ങനല്ലേ? കുരുക്കമല്ലാണോ? ഞാൻ 5-6 ദിവസം അവിടെ കയറി ഇറങ്ങി നടന്ന. നീ അവിടെ തൊല്ലടിച്ച് മാറ്റിയ. ഏതായാലും ഒന്ന് പോയിട്ട് വാ, അദ്ദേഹം വിളിച്ചതല്ലേ. വരണം. അവിടെ മുതലാളി വെയിറ്റ് ചെയ്യാ. ഞാൻ പോയിട്ട് വരട്ടെ. ഞങ്ങൾ ആരെങ്കിലും കൂടെ വരണോ? അങ്ങനെ എല്ലാരും കൂടെ വരാൻ. അവിടെ സദ്യ ഒന്നും ഒരുക്കിയിട്ടില്ല. ഇയാൾ ഒറ്റയ്ക്ക് വന്നാ മതി. ഞാൻ വരാൻ താമസിക്കുകയാണെങ്കിൽ എന്നെ ഒന്ന് അന്വേഷിക്കണം. വീട്ടിലൊന്നും പറയണ്ട. ഇയാളൊന്ന് വരണോന്ന്. വരികയല്ലേ? വരൂ. എന്താ പ്രോബ്ലം? വാ വാ പോടാ. ഇവിടെ നിർത്തിയാ മതി. പോർട്ടിക്കോയിലോട്ടൊന്നും പോണ്ട. എസ്റ്റേറ്റ് മുതലാളിയൊന്നും അല്ലല്ലോ. ഇറങ്ങി നടക്കട്ടെ. ഇറങ്ങണം. നടക്കണം. വരണം. തന്നെ കാത്തിരിക്കായിരുന്നു. വിളിച്ചിട്ടെ വരാ ഒരു പിടുത്തം. വാ, അകത്തിരുന്ന് സംസാരിക്കാം. ഇവിടെ നിന്ന് സംസാരിച്ചാ പോരെ? പോരാ, വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. ഗൗരവമുള്ള കാര്യം? അതെ. അതിന് ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ. വിഷമം കൊണ്ടന്ന് ഞാൻ എന്താ പറഞ്ഞെന്ന്. അതൊന്നും അല്ല കാര്യം. വാ, മുകളിൽ വാ. ഞാൻ ഇവിടെ വരണം. സർ, ഞാൻ മുകളിലോട്ട്. അല്ല, സംഗീതം സത്യമായിട്ടും എന്റെ വയലിന് സത്യമായിട്ടും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല സർ. അതൊന്നും അല്ലടോ. വാ, പറയട്ടെ. ഇത് തുറന്നു നടന്നാ പോരെ? പോരാ, നമ്മൾ മാത്രം അറിയേണ്ട കാര്യമാണ്. സാർ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല സാർ. വല്ല ഉടക്ക വല്ലതും ആണോ സാർ? ചെറിയൊരു ഉടക്കാണ്. അങ്ങോട്ടിരിക്കാം. വേണ്ട മുതലാളി, ഞാൻ നിന്നോളാം. ഇപ്പൊ വേണുവിന്റെ മുതലാളി അല്ലല്ലോ ഞാൻ. എന്നാലും എനിക്ക് അങ്ങനെ വിളിക്കാൻ പറ്റൂ. അതൊന്നും മാറ്റി വിളിച്ചുകൂടെ എന്ന് ആലോചിക്കാനാണ് തന്നെ വരുത്തിയത്. വിളിക്കാം. എങ്ങനെ വിളിക്കണം? അങ്ങത്തേന്നോ സാറേന്നോ പറയുന്ന പോലെ വിളിക്കാം. ആരും ചിരിച്ചു പോകും വേണുവിന്റെ വർത്താനം കേട്ടാ. അത്ര സിമ്പിളാണ്. വരൂ, ഇരിക്കും. ഇവിടെ ഇരിക്കും. കുടിക്കാൻ എന്തെങ്കിലും? വെള്ളം കുടിപ്പിക്കരുത് സാർ. വിളിച്ച എന്തിനാണെന്ന് പറയണം. വേണു, നമ്മളിപ്പൊ സംസാരിക്കുന്ന കാര്യം മറ്റാരും അറിയരുത്. ഇല്ല സാർ. ഇവിടുത്തെ മോളെ തനിക്ക് നന്നായിട്ട് അറിയാലോ. പിന്നെ എന്നെ വലിയ ഇഷ്ടമാണ് സാർ. ഈ വീട്ടിലെ ഒരേ ഒരു മോളാ ഈ കണ്ട സ്വത്തിന്റെ എല്ലാ അവകാശി. അങ്ങനത്തെ യാതൊരു ഭാവമില്ല. നല്ല തങ്കം പോലത്തെ കൊച്ച്. അവൾക്ക് ഒരസുഖമുണ്ട്. ലക്ഷത്തിലൊരാൾക്ക് മാത്രം വരുന്ന ഒരസുഖം. അയ്യോ. എല്ലാ ചികിത്സകളും ചെയ്തു കഴിഞ്ഞു. ഈ രോഗത്തിന് ചികിത്സയില്ല. 5-6 കൊല്ലത്തിനപ്പുറം അവൾക്കൊരു ജീവിതം ഉണ്ടാവില്ല. ജീവിച്ചിരിക്കില്ല എന്ന് തന്നെയാണ് എല്ലാ ഡോക്ടർമാരും പറയുന്നത്. അയ്യോ, അങ്ങനെ പറയരുത് സാർ. ദൈവം ആ മോളെ രക്ഷിക്കും. അങ്ങനെ നമുക്ക് വിശ്വസിക്കാം. ഈ വിവരം അവൾക്കറിയില്ല, അറിയാനും പാടില്ല. ഇത്രയൊക്കെ പണവും സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പണം കൊണ്ട് അവളുടെ ജീവൻ രക്ഷിക്കാൻ കഴിയില്ല വേണു. ചെയ്യാവുന്നതൊന്നേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവൾ സന്തോഷമായിട്ടിരിക്കണം. ആ സന്തോഷം കൊടുക്കാൻ ഒരാൾ വേണം. അതിന് ഞാൻ എന്ത് ചെയ്യാം സാർ? വേണുവിന് അവളെ വിവാഹം കഴിക്കാൻ പറ്റുമോ? സാർ, കാര്യമായിട്ട് പറയണം. കളി പറയേണ്ട കാര്യമല്ലല്ലോ ഇത്. വെറുതെ വേണ്ട. തനിക്ക് ഇതുകൊണ്ടൊരു ജീവിതം ഉണ്ടാവും. തന്റെ കുടുംബം രക്ഷപ്പെടും. എനിക്ക് വലുത് എന്റെ മോടെ സന്തോഷമാണ്. എനിക്കുള്ളതെല്ലാം ഞാൻ വേണുവിന് എഴുതിത്തരാം. എന്തു പറയുന്നു?
ഇങ്ങനെ പെട്ടെന്ന് ചോദിച്ചാ ഞാൻ വീട്ടിൽ പോയി അമ്മയോട് ചോദിച്ചിട്ട് പറയാം. മതി. വീട്ടിൽ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഈ വിവരം മറ്റാരും അറിയരുത്, പ്രത്യേകിച്ച് എന്റെ മോള്. ഇല്ല, ഞാൻ